ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ LP-UP സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബയോളജിയിലെ വർഗീകരണം എന്ന ടോപ്പിക്കാണ്. 8ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ തരം തിരിക്കുന്നതെന്തിന് എന്ന ചാപ്റ്ററിലാണ് പ്രധാനമായും ഈ വർഗീകരണവുമായി ബന്ധപ്പെട്ട ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമിയിൽ നിന്നും തുടങ്ങാം. ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരം തിരിക്കുകയും അവയ്ക്ക് ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമി. ജീവികളെ തിരിച്ചറിഞ്ഞ് അവയുടെ സാമ്യതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരം തിരിക്കുകയും അവയ്ക്ക് ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമി എന്ന് വിളിക്കുന്നത്. വർഗീകരണത്തിനായി ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ, അവയുടെ ബാഹ്യഘടന, ആന്തരഘടന, ജനിതക ഘടന, പരിണാമചരിത്രം എന്നിവയെല്ലാം പഠനവിധേയമാക്കേണ്ടതുണ്ട്. ഈ പഠനത്തിലൂടെ വിവിധ ജീവികൾ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാനും വിവിധ ഭൗമ മേഖലകളിലെ സസ്യജന്തുജാലങ്ങളെക്കുറിച്ച് ഒരു പൊതുധാരണ ലഭിക്കാനും സഹായിക്കുന്നു. ഇതുകൂടാതെ ലളിതഘടനയുള്ള ജീവികളിൽ നിന്നും സങ്കീർണ ഘടനയുള്ള ജീവികൾ രൂപപ്പെടുന്ന പരിണാമഘട്ടങ്ങൾ വിശദീകരിക്കാൻ സഹായിക്കുന്ന തെളിവുകളും ഈ വർഗീകരണ ശാസ്ത്രം നൽകുന്നു. അടുത്തതായി നമുക്ക് ടാക്സോണമിക് കീകൾ എന്താണെന്ന് നോക്കാം. സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിനുപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളെയാണ് ടാക്സോണമിക് കീകൾ എന്ന് വിളിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീകളിൽ ഒന്നാണ് ഡൈക്കോട്ടമസ് കീ അല്ലെങ്കിൽ ഡൈക്കോട്ടമസ് കീകൾ. ഇത്തരത്തിലുള്ള ഡൈക്കോട്ടമസ് കീകളിൽ ഓരോ സൂചകത്തിനും 2 തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഉൾക്കൊള്ളുന്നവയാണ്. നമുക്ക് തിരിച്ചറിയേണ്ട ജീവിയുടെ സവിശേഷതകൾ തിരഞ്ഞെടുത്ത് ക്രമമായി മുന്നോട്ട് പോകുന്നതിലൂടെയാണ് നമുക്ക് ജീവിയെ തിരിച്ചറിയാനും തരംതിരിക്കാനും കഴിയുന്നത്. ഒരു ഡൈക്കോട്ടമസ് കീയുടെ ചിത്രീകരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഡൈക്കോട്ടമസ് കീയിൽ നമ്മൾ പറഞ്ഞത് ഓരോ സൂചകത്തിനും 2 തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന സൂചകം എന്ന് പറയുന്നത് ചിറകാണ്. ഈ സൂചകത്തിന് 2 തിരഞ്ഞെടുക്കൽ സാധ്യതകളാണുള്ളത്. ഒന്ന് ചിറകുള്ളവ, രണ്ടാമത്തത് ചിറകില്ലാത്തവ. അപ്പോൾ ചിറക് എന്ന സൂചകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവികളെ 2ആയിട്ട് തിരിക്കാം: ചിറകുള്ളവ, ചിറകില്ലാത്തവ. ഇത്തരത്തിൽ നമുക്ക് തിരിച്ചറിയേണ്ട ജീവി ചിറകുള്ളവ എന്ന കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ നമ്മൾ അടുത്ത സൂചകത്തിലേക്ക് പോകും. രണ്ടാമത്തെ സൂചകമായി ഇവിടെ നമ്മൾ എടുക്കുന്നത് ചിറകുകളുടെ എണ്ണമാണ്. ഈ ചിറകുകളുടെ എണ്ണം എന്ന ഈ സൂചകത്തിനും 2 തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വ്യക്തമായി കാണാവുന്ന ഒരു ജോഡി ചിറകുകൾ. രണ്ടാമത്തെ തിരഞ്ഞെടുക്കൽ സാധ്യതയാണ് വ്യക്തമായി കാണാവുന്ന 2 ജോഡി ചിറകുകൾ. ഈ രീതിയിലാണ് ഡൈക്കോട്ടമസ് കീകൾ ഉപയോഗിച്ച് നമ്മൾ ജീവികളെ തിരിച്ചറിയുന്നത്. ഇങ്ങനെ ഓരോ സൂചകങ്ങളുടെയും തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ക്രമമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏതൊരു ജീവിയെയും ഇത്തരത്തിലുള്ളൊരു കീ ഉപയോഗിച്ച് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അടുത്തതായി നമുക്ക് വർഗീകരണ ശാസ്ത്രത്തിൻ്റെ നാൾവഴികളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ചില ശാസ്ത്രജ്ഞരെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, അരിസ്റ്റോട്ടിൽ. പ്രശസ്തനായ ഗ്രീക്ക് തത്വചിന്തകനാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടമാണ് BC 384 മുതൽ 322 വരെ. ജീവശാസ്ത്രത്തിൻ്റെയും ജന്തുശാസ്ത്രത്തിൻ്റെയും പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. ജീവികളെ ചുവന്ന രക്തമുള്ളവ, അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. നെക്സ്റ്റ് വൺ, തിയോഫ്രാസ്റ്റസ്. ഇദ്ദേഹവും ഗ്രീക്കുകാരനായ ഒരു സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം BC 371 മുതൽ 287 വരെയാണ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് തിയോഫ്രാസ്റ്റസ്. ഇദ്ദേഹമാണ് സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചത്. നെക്സ്റ്റ് വൺ, ചരകൻ. ഇദ്ദേഹം ഇന്ത്യക്കാരനാണ്. AD 1-ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. ആയുർവേദത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ചരകൻ. ഇദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായ ഗ്രന്ഥമാണ് ചരകസംഹിത.
ഏകദേശം 200ഓളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് ചരക സംഹിത. നെക്സ്റ്റ് വൺ, ജോൺ റേ. ശാസ്ത്രീയമായ ഒരു വർഗീകരണ രീതിക്ക് അടിത്തറയിട്ട ഇംഗ്ലണ്ടുകാരനായ ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ജോൺ റേ. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം. ഈ പുസ്തകത്തിൽ അദ്ദേഹം 18,000-ലധികം വരുന്ന സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ജോൺ റേ ആണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം AD 1627 മുതൽ 1705 വരെയാണ്. നെക്സ്റ്റ് വൺ, കാൾ ലിനയസ്. സ്വീഡൻകാരനായ സയൻറ്റിസ്റ്റാണ് കാൾ ലിനയസ്. ഇദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം AD 1707 മുതൽ 1778 വരെയാണ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കാൾ ലിനയസ്. ജീവികളെ വർഗീകരിക്കുന്നതിനായി വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ ആദ്യമായി നിർദ്ദേശിച്ചതും കാൾ ലിനയസ് ആണ്. അതുപോലെ തന്നെ ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആവിഷ്കരിച്ചതും കാൾ ലിനയസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് സിസ്റ്റമ നാച്ചുറേ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവായ കാൾ ലിനയസ് നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങളാണ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നീ വർഗീകരണ തലങ്ങളാണ് കാൾ ലിനയസ് നിർദ്ദേശിച്ചത്. വർഗീകരണത്തിലെ അടിസ്ഥാന തലമാണ് സ്പീഷീസ്. ജീവശാസ്ത്ര നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ് എന്നറിയപ്പെടുന്നത്. ഈ സ്പീഷീസാണ് വർഗീകരണത്തിലെ അടിസ്ഥാന തലമായി അറിയപ്പെടുന്നത്. ഒരു സ്പീഷീസിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ തമ്മിലായിരിക്കും ഏറ്റവും കൂടുതൽ സാമ്യത പുലർത്തുന്നത്. ഇത്തരത്തിലുള്ള സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന കൂട്ടത്തെയാണ് ജീനസ് എന്ന് വിളിക്കുന്നത്. പിന്നീട് ജീനസുകൾ ചേർന്ന് ഫാമിലിയും ഫാമിലികൾ ചേർന്ന് ഓർഡറും രൂപപ്പെടുന്നു. ഈ ഓർഡറുകൾ ചേർന്നാണ് ക്ലാസ് രൂപപ്പെടുന്നത്. ഇതുപോലെ ബന്ധപ്പെട്ട ക്ലാസുകൾ ചേർന്ന് ഫൈലമായും എല്ലാ ഫൈലങ്ങളും ചേർന്ന് അത് കിങ്ഡമായും മാറുന്നു. കാൾ ലിനയസ് പ്രധാനമായും ജീവികളെ 2 കിങ്ഡങ്ങളായാണ് തരംതിരിച്ചത്: ആനിമൽ കിങ്ഡം ആൻഡ് പ്ലാന്റ് കിങ്ഡം, അതായത് സസ്യലോകവും ജന്തുലോകവും. അടുത്തതായി നമുക്ക് ഈ ചിത്രീകരണം ഒന്ന് ശ്രദ്ധിക്കാം. ലിനയസ് നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്: സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇതിനകത്ത് ഏറ്റവും കുറവ് ജീവികൾ കാണപ്പെടുന്നത് സ്പീഷീസ് എന്ന ഈ തലത്തിലാണ്. ഒരേ സ്പീഷീസിൽ വരുന്ന ജീവികൾ തമ്മിലുള്ള സാമ്യത വളരെ കൂടുതലായിരിക്കും. പക്ഷേ സ്പീഷീസിൽ നിന്നും നമ്മൾ കിങ്ഡത്തിലെത്തുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ജീവികൾ കാണപ്പെടുന്നത് കിങ്ഡത്തിലാണ്. അതായത് സ്പീഷീസിൽ നിന്നും കിങ്ഡത്തിലേക്ക് വരുംതോറും ജീവികളുടെ എണ്ണം കൂടുകയും അതേസമയം സാമ്യത നോക്കുന്ന സമയത്ത് ജീവികൾ തമ്മിൽ ഏറ്റവും കൂടുതൽ സാമ്യത കാണപ്പെടുന്നത് സ്പീഷീസിലെ അംഗങ്ങൾ തമ്മിലാണ്. എല്ലാ ജീവികളും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ കിങ്ഡത്തിലെ ജീവികൾ തമ്മിൽ സാമ്യത വളരെ കുറവായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ജീവികൾ കാണപ്പെടുന്നത് കിങ്ഡത്തിലായിരിക്കും. ഒരുപാട് സാമ്യതകൾ കാണിക്കുന്ന വിവിധ സ്പീഷീസുകൾ ചേർന്നാണ് പിന്നീട് ജീനസ് രൂപപ്പെടുന്നത്. പിന്നീട് ജീനസുകൾ ചേർന്ന് ഫാമിലിയും ഫാമിലികൾ ചേർന്ന് ഓർഡറും ഓർഡറുകൾ ചേർന്ന് ക്ലാസും ക്ലാസുകൾ ചേർന്ന് ഫൈലവും എല്ലാ ഫൈലങ്ങളും ചേർന്ന് കിങ്ഡവുമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ വർഗീകരണ തലങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അത് ആ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഏറ്റവും ഉയർന്ന തലമാണ് കിങ്ഡം. അടിസ്ഥാന തലം എന്നറിയപ്പെടുന്നത് സ്പീഷീസാണ്. അടുത്തതായി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഈ ചിത്രീകരണം ഒന്ന് നോക്കാം. പൂച്ചയുടെ വിവിധ വർഗീകരണ തലങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
സാമ്യതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു ജീവിയെ തരംതിരിക്കുന്നതെന്ന് ഈ ഒരു ചിത്രീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനാകും. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത വിവിധ വർഗീകരണ തലങ്ങളിലൂടെയാണ് നമ്മളിനി കടന്നു പോകാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ ഗ്രൂപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് പല ജീവികളെ കാണാം. പക്ഷികളുണ്ട്, പൂമ്പാറ്റകളുണ്ട്, ഈച്ച ഉണ്ട്, മുയലുണ്ട്, കരടിയുണ്ട്, സിംഹമുണ്ട്, പൂച്ചയുണ്ട്, കടുവയുണ്ട്. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന ഈ തലത്തെയാണ് നമ്മൾ കിങ്ഡം ആനിമേലിയ എന്ന് വിളിക്കുന്നത്. അതായത് എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന കിങ്ഡമാണ് കിങ്ഡം ആനിമാലിയ. ഈ ഭൂമിയിൽ കാണപ്പെടുന്ന എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന വർഗീകരണ തലമാണ് കിങ്ഡം ആനിമേലിയ. അടുത്തതായി ഈ രണ്ടാമത്തെ തലം ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വർഗീകരണ തലമാണ് ഫൈലം കോഡേറ്റ. ഈ കിങ്ഡം ആനിമേലിയയിലുണ്ടായിരുന്ന എല്ലാ ജീവികളും ഈ ഫൈലം കോഡേറ്റയിൽ കാണപ്പെടുന്നില്ല. അതായത് കിങ്ഡം ആനിമേലിയയിലുണ്ടായിരുന്ന ഈച്ചയെ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ചിത്രശലഭത്തിനെ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നട്ടെല്ലുള്ള ജീവികളെ മാത്രമാണ് ഈ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കിങ്ഡം ആനിമേലിയയിൽ ഉൾപ്പെടുന്ന ജന്തുക്കളിൽ നട്ടെല്ല് കാണപ്പെടുന്ന ജീവികളെയാണ് ഫൈലം കോഡേറ്റയിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് വർഗീകരണ തലങ്ങളിലൂടെ കടന്നു വന്നു. ഫസ്റ്റ് വൺ കിങ്ഡം ആനിമേലിയ, എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് കിങ്ഡം ആനിമേലിയ. ഈ കിങ്ഡം ആനിമാലിയയ്ക്കകത്ത് നട്ടെല്ല് കാണപ്പെടുന്ന ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ഫൈലം കോഡേറ്റ. ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പ് നോക്കാം, ക്ലാസ് മമേലിയ. ഈ ഫൈലം കോഡേറ്റയിൽ ഉണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളും ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ ക്ലാസ് മമേലിയയ്ക്കകത്ത് കാണപ്പെടുന്നില്ല. ഫൈലം കോഡേറ്റയിൽ ഉണ്ടായിരുന്ന ഈ പക്ഷി ക്ലാസ് മമേലിയയ്ക്കകത്ത് കാണുന്നില്ല. ക്ലാസ് മമേലിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നട്ടെല്ലുള്ള ജീവികളായിരിക്കും. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് ക്ലാസ് മമേലിയയിൽ കാണപ്പെടുന്നത്. ഇപ്പോൾ 3 തലങ്ങളായി. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന കിങ്ഡം ആനിമേലിയ, അതിനകത്ത് നട്ടെല്ലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്ന ഫൈലം കോഡേറ്റ, ഈ ഫൈലം കോഡേറ്റയിൽ നിന്നും കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ജീവികൾ മാത്രം ഉൾപ്പെടുന്ന ക്ലാസ് മമേലിയ. ഇനി നമുക്ക് അടുത്ത വർഗീകരണ തലം നോക്കാം, ഓർഡർ കാർണിവോറ. ഈ ക്ലാസ് മമേലിയയിലുള്ള മുയലിനെ നിങ്ങൾക്ക് ഓർഡർ കാർണിവോറയ്ക്കകത്ത് കാണാൻ കഴിയില്ല. ഓർഡർ കാർണിവോറയിൽ വരുന്ന ജീവികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മാംസം കടിച്ചു കീറാൻ കഴിയുന്ന പല്ലുകളുള്ള സസ്തനികളാണ് ഓർഡർ കാർണിവോറയിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ 4 തലങ്ങളായി. ഫസ്റ്റ് വൺ കിങ്ഡം ആനിമേലിയ, സെക്കൻഡ് വൺ ഫൈലം കോഡേറ്റ, തേർഡ് വൺ ക്ലാസ് മമേലിയ, ഫോർത്ത് വൺ ഓർഡർ കാർണിവോറ. കാർണിവോറയുടെ പ്രത്യേകത ശ്രദ്ധിക്കുക, മാംസം കടിച്ചു കീറാൻ കഴിയുന്ന പല്ലുകളുള്ള ജീവികൾ ഉൾപ്പെടുന്ന ഓർഡറാണ് ഓർഡർ കാർണിവോറ. മാംസഭുക്കുകളായ ജീവികളാണ് ഓർഡർ കാർണിവോറയിൽ കാണപ്പെടുന്നത്. അടുത്ത വർഗീകരണ തലമാണ് ഫാമിലി ഫെലിഡെ. കാർണിവോറയിൽ വരുന്ന ജീവികളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ കാർണിവോറ ഓർഡറിൽ വരുന്ന ജീവികളിൽ കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങളുള്ള ജീവികൾ മാത്രം ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ഫാമിലി ഫെലിഡെ. അതായത് ഓർഡർ കാർണിവോറയാണ്. ആ ഓർഡർ കാർണിവോറയ്ക്കകത്ത് കാണപ്പെടുന്ന എല്ലാ ജീവികൾക്കും അവരുടെ കാലുകളിൽ ഉൾവലിക്കാവുന്ന നഖങ്ങൾ കാണപ്പെടുന്നില്ല. എന്നാൽ കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങൾ കാണപ്പെടുന്ന ജീവികൾ ഉൾപ്പെടുന്ന ഫാമിലിയാണ് ഫെലിഡെ എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പിൽ കാണുന്ന എല്ലാ ജീവികൾക്കും ഉൾവലിക്കാവുന്ന നഖങ്ങളുള്ള ജീവികളാണ്. സിംഹം, പൂച്ച, കടുവ തുടങ്ങിയവ. അടുത്ത വർഗീകരണ തലമാണ് ജീനസ് ഫെലിസ്. ഈ 2 വർഗീകരണ തലങ്ങളും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഫാമിലി ഫെലിഡയിലാണ് സിംഹവും കടുവയും പൂച്ചയും ഉൾപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ജീനസ് ഫെലിസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ സിംഹത്തിനെയോ കടുവയെയോ കാണാൻ കഴിയുന്നില്ല. അതായത് ജീനസ് ഫെലിസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ശരീരമുള്ള ജീവികളായിരിക്കും, അതുപോലെ തന്നെ ഗർജിക്കാത്തവയും ആയിരിക്കും. ഇനി അവസാനത്തെ വർഗീകരണ തലമാണ് സ്പീഷീസ് ഡൊമസ്റ്റിക്കസ്. ഈ ഫെലിസ് എന്ന ജീനസിൻ്റെ എല്ലാ സവിശേഷതകളും കാണിക്കുന്നതോടൊപ്പം തന്നെ പൂച്ചയുടെ എല്ലാ തനത് സവിശേഷതകളും കാണിക്കുന്ന ജീവിയാണ് സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറയുന്നത്. പൂച്ചയുടെ ശാസ്ത്രീയ നാമമാണ്
ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്നത്. ഇപ്പോൾ വ്യത്യസ്ത വർഗീകരണ തലങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. 3 ജീവികളുടെ വർഗീകരണ തലങ്ങൾ ഇവിടെ ഉദാഹരണമായി നൽകിയിട്ടുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പൂച്ചയുടെ വർഗീകരണ തലമാണ്, മറ്റൊന്ന് നായ, മറ്റൊന്ന് മനുഷ്യൻ. ഓരോന്നും നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ പൂച്ച. കിങ്ഡം ആനിമേലിയ, ഫൈലം കോഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ കാർണിവോറ, ഫാമിലി ഫെലിഡെ, ജീനസ് ഫെലിസ്, സ്പീഷീസ് ഡൊമസ്റ്റിക്കസ്. അടുത്തതായി നായയുടെ വർഗീകരണ തലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കിങ്ഡം ആനിമേലിയ, ഫൈലം കോഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ കാർണിവോറ, ഫാമിലി കാനിഡെ, ജീനസ് കാനിസ്, സ്പീഷീസ് ഫെമിലിയാരിസ്. അടുത്തതായി നമുക്ക് നമ്മുടെ വർഗീകരണ തലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കിങ്ഡം ആനിമേലിയ, ഫൈലം കോഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ പ്രൈമേറ്റ, ഫാമിലി ഹൊമിനിഡെ, ജീനസ് ഹോമോ, സ്പീഷീസ് സാപ്പിയൻസ്. ഈ 3 എക്സാമ്പിളും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് തെങ്ങിൻ്റെ വർഗീകരണ തലങ്ങളൊന്ന് നോക്കാം. കിങ്ഡം പ്ലാന്റേ, ഫൈലം ആൻജിയോസ്പെർമോഫൈറ്റ, ക്ലാസ് മോണോകോട്ടിലിഡനെ, സീരീസ് കാലിസിനെ, ഫാമിലി അരക്കേസിയെ, ജീനസ് കൊക്കോസ്, സ്പീഷീസ് ന്യൂസിഫറ. അതുപോലെ മാവിൻ്റെ വർഗീകരണ തലങ്ങളാണ് കിങ്ഡം പ്ലാന്റേ, ഫൈലം ആൻജിയോസ്പെർമോഫൈറ്റ, ക്ലാസ് ഡൈക്കോട്ടിലിഡനെ, സീരീസ് സാപ്പിൻഡേൽസ്, ഫാമിലി അനാകാർഡിയേസിയെ, ജീനസ് മാഞ്ചിഫറ, സ്പീഷീസ് ഇൻഡിക്ക. സസ്യങ്ങളുടെ വർഗീകരണ തലങ്ങൾ രേഖപ്പെടുത്തുന്ന സമയത്ത് ഓർഡർ എന്ന പദത്തിന് പകരമായി സീരീസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി നമുക്ക് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കൂസ്. മലബാറിൻ്റെ ഉദ്യാനം എന്നാണ് ഈ വാക്കിനർത്ഥം. ലത്തീൻ ഭാഷയിലാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടത്. 1678 മുതൽ 1693 വരെയുള്ള കാലഘട്ടത്തിൽ നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ നിന്നും 12 വാല്യങ്ങളായാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ കൊച്ചിയിൽ ഗവർണറായിരുന്ന അഡ്മിറൽ വാൻ റീഡാണ് ഈ ഗ്രന്ഥരചനയ്ക്ക് നേതൃത്വം നൽകിയത്. കൊല്ലാട്ട് ഇട്ടി അച്യുതൻ വൈദ്യർ, രംഗഭട്ട്, വിനായകഭട്ട്, അപ്പുഭട്ട് തുടങ്ങിയ തദ്ദേശീയ പണ്ഡിതർ ഈ ഗ്രന്ഥരചനയിൽ നിർണായകമായ സംഭാവനകൾ നൽകിയവരാണ്. സസ്യജാലങ്ങളെ തരംതിരിച്ച് ചിത്രങ്ങളും അവയുടെ പ്രാദേശിക പേരുകളും രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിനു വേണ്ടിയാണ് മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചത്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവായ കോൾ ലിനയസിനെ വളരെയധികം സ്വാധീനിച്ച പുസ്തകങ്ങളിലൊന്നാണ് ഈ ഹോർത്തൂസ് മലബാറിക്കൂസ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന പദ്ധതിയാണ് ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഒരേ ജീവി പല ഭാഷകളിലും പല പ്രദേശങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായാണ് ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുക എന്ന രീതി ആവിഷ്കരിച്ചത്. പൊതുവെ അംഗീകരിക്കപ്പെട്ട ശാസ്ത്രീയ നാമകരണ രീതിയാണ് ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ. 2 പദങ്ങൾ ചേർത്തുള്ള ശാസ്ത്രീയ നാമകരണമാണ് ദ്വിനാമ പദ്ധതി എന്നറിയപ്പെടുന്നത്. കോൾ ലിനയസ് ആണ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത്. ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമത്തിലെ ആദ്യത്തെ പദം ജീനസിനെയും രണ്ടാമത്തെ പദം സ്പീഷീസിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ദ്വിനാമ പദ്ധതി പ്രകാരം ഒരു ജീവിക്ക് ശാസ്ത്രീയ നാമം നൽകപ്പെടുന്നതിലൂടെ ലോകത്തെല്ലായിടത്തും ആ ജീവി ആ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. മനുഷ്യൻ്റെ വർഗീകരണ തലങ്ങൾ നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. നമ്മുടെ ജീനസ് എന്ന് പറയുന്നത് ഹോമോ ആണ്,
നമ്മുടെ സ്പീഷീസ് എന്ന് പറയുന്നത് സാപ്പിയൻസ് ആണ്. അപ്പോൾ ദ്വിനാമ പദ്ധതി പ്രകാരം നമ്മുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് ആണ്. ആദ്യത്തെ പദം ജീനസ് നാമവും രണ്ടാമത്തെ പദം സ്പീഷീസ് നാമവും ആയിരിക്കും. ദ്വിനാമ പദ്ധതി പ്രകാരം ശാസ്ത്രീയ നാമങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ജീനസ് നാമം ആരംഭിക്കുന്നത് ക്യാപിറ്റൽ ലെറ്ററിലും സ്പീഷീസ് നെയിം ആരംഭിക്കുന്നത് എപ്പോഴും സ്മോൾ ലെറ്ററിലുമായിരിക്കും. അതുപോലെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇറ്റാലിക്സിലായിരിക്കും ശാസ്ത്രീയ നാമങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ രണ്ട് പദങ്ങളും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യാനും ശ്രദ്ധിക്കണം. പിന്നെ ശാസ്ത്രീയ നാമങ്ങളുടെ മറ്റൊരു പ്രത്യേകത, എല്ലാ ശാസ്ത്രീയ നാമങ്ങളും ലാറ്റിൻ ഭാഷയിലായിരിക്കും. അടുത്തതായി നമുക്ക് ചില ജീവികളുടെ ശാസ്ത്രീയ നാമങ്ങളൊന്ന് പരിചയപ്പെടാം. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്, ചെന്നായ കാനിസ് ലൂപ്പസ്, തെങ്ങ് കൊക്കോസ് ന്യൂസിഫറ, കണിക്കൊന്ന കാഷ്യ ഫിസ്റ്റുല, പശു ബോസ് ടോറസ്, മയിൽ പാവോ ക്രിസ്റ്റാറ്റസ്, ആര്യവേപ്പ് അസാഡിറാക്റ്റ ഇൻഡിക്ക, കടുവ പാന്തേറ ടൈഗ്രിസ്, നായ കാനിസ് ഫെമിലിയാരിസ്, മനുഷ്യൻ ഹോമോസാപ്പിയൻസ്, നെല്ല് ഒറൈസ സറ്റൈവ, കാക്ക കോർവസ് പ്ലൻഡൻസ്, ആന എലിഫസ് മാക്സിമസ്, ചെമ്പരത്തി ഹിബിസ്കസ് റോസ സൈനൻസിസ്, മാവ് മാഞ്ചിഫറ ഇൻഡിക്ക, സിംഹം പാന്തേറ ലിയോ. വർഗീകരണ ശാസ്ത്രത്തിലെ നൂതന പ്രവണതകളാണ് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യകാലത്ത് കോൾ ലിനയസ് ജീവികളെ രണ്ട് കിങ്ഡങ്ങളായാണ് തരംതിരിച്ചത്, ജന്തുലോകവും സസ്യലോകവും. എന്നാൽ ജീവലോകത്തെ വൈവിധ്യത്തെക്കുറിച്ച് പിന്നീട് നേടിയ അറിവുകളുടെ വെളിച്ചത്തിൽ റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞനാണ് ജീവികളെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ചത്. ഈ വർഗീകരണ രീതിയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 5 കിങ്ഡം വർഗീകരണ രീതി എന്നറിയപ്പെടുന്നത്. റോബർട്ട് എച്ച് വിറ്റാക്കർ അവതരിപ്പിച്ച ഈ 5 കിങ്ഡം വർഗീകരണ രീതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹം ജീവികളെ 5 കിങ്ഡങ്ങളായാണ് തരംതിരിച്ചത്. ഫസ്റ്റ് വൺ കിങ്ഡം മൊനീറ, സെക്കൻഡ് വൺ കിങ്ഡം പ്രോട്ടിസ്റ്റ, തേർഡ് വൺ കിങ്ഡം ഫഞ്ചൈ, ഫോർത്ത് വൺ കിങ്ഡം പ്ലാന്റേ ആൻഡ് ഫിഫ്ത്ത് വൺ കിങ്ഡം ആനിമേലിയ. ആദ്യ 5 കിങ്ഡങ്ങളുടെ പേരുകളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ കിങ്ഡമാണ് കിങ്ഡം മൊനീറ, രണ്ടാമത്തെ കിങ്ഡം പ്രോട്ടിസ്റ്റ, മൂന്നാമത്തെ കിങ്ഡം ഫഞ്ചൈ, നാലാമത്തെ പ്ലാന്റേ, അഞ്ചാമത്തെയാണ് ആനിമേലിയ. അടുത്തതായി നമുക്ക് ഈ ഓരോ കിങ്ഡത്തിലും ഉൾപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യ കിങ്ഡമാണ് മൊനീറ. മൊനീറയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജീവികളാണ് ബാക്ടീരിയകൾ. രണ്ടാമത്തെ കിങ്ഡമായ പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുന്ന ജീവികളാണ് അമീബ, പാരമീസിയം പോലുള്ള ജീവികൾ. മൂന്നാമത്തെ കിങ്ഡമായ ഫഞ്ചയിലാണ് കുമിളുകൾ ഉൾപ്പെടുന്നത്. നാലാമത്തെ കിങ്ഡമായ പ്ലാന്റയിൽ സസ്യങ്ങളും അഞ്ചാമത്തെ കിങ്ഡമായ ആനിമേലിയയിൽ ജന്തുക്കളുമാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ മൊനീറയ്ക്കകത്ത് ബാക്ടീരിയകളും പ്രോട്ടിസ്റ്റയ്ക്കകത്ത് അമീബ, പാരമീസിയം പോലുള്ള ജീവികളും ഫഞ്ചൈക്കകത്ത് കുമിളുകളും പ്ലാന്റയ്ക്കകത്ത് സസ്യങ്ങളും ആനിമേലിയയ്ക്കകത്ത് ജന്തുക്കളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓരോ കിങ്ഡത്തിൻ്റെയും സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കിങ്ഡം മൊനീറയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡമാണ് മൊനീറ. നമ്മൾ നേരത്തെ പറഞ്ഞു മൊനീറയിൽ ഉൾപ്പെടുന്ന ജീവികൾ എന്ന് പറയുന്നത് ബാക്ടീരിയകളാണ്. ബാക്ടീരിയകൾ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്, വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് കാണപ്പെടുന്നില്ല. പിന്നെ ഇവ ഏകകോശ ജീവികളുമാണ്. അപ്പോൾ അതുകൊണ്ട് കിങ്ഡം മൊനീറയിൽ വരുന്ന ജീവികളുടെ സവിശേഷത എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ. രണ്ടാമത്തെ കിങ്ഡമായിട്ടുള്ള പ്രോട്ടിസ്റ്റയുടെ പ്രത്യേകതയാണ് ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ. അതായത് മൊനീറയിൽ കാണപ്പെടുന്ന പോലെ തന്നെ ഏകകോശ ജീവികളാണ് പ്രോട്ടിസ്റ്റയിലും കാണപ്പെടുന്നത്. പക്ഷേ ഈ ഏകകോശ ജീവികൾ ന്യൂക്ലിയസോട് കൂടിയ ജീവികളാണ്. അതായത് യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്.
ഇത്തരത്തിൽ ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. മൂന്നാമത്തെ കിങ്ഡമായ ഫഞ്ചയുടെ സവിശേഷതയാണ് സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികളോ ബഹുകോശ ജീവികളോ ആയിരിക്കും. 3 സവിശേഷതകൾ നമ്മളവിടെ പറയുന്നുണ്ട്. 1, സഞ്ചരിക്കാൻ കഴിവില്ല. 2, പരപോഷികളാണ്, അതായത് സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികളാണ്. ഇത് കൂടാതെ ഇവ ഏകകോശ ജീവികളോ അല്ലെങ്കിൽ ബഹുകോശ ജീവികളോ ആയിരിക്കും. അപ്പോൾ ഫഞ്ചയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികളോ ബഹുകോശ ജീവികളോ ഉൾപ്പെടുന്ന കിങ്ഡമാണ് കിങ്ഡം ഫഞ്ച്. 4ാമത്തെ കിങ്ഡമായ പ്ലാന്റയുടെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തവയുമായ ബഹുകോശ ജീവികൾ. 3 സവിശേഷതകളാണ് ഇവിടെ പറയുന്നത്. സസ്യങ്ങൾ, നമുക്കറിയാം സസ്യങ്ങളെല്ലാം സ്വപോഷികളാണ്, സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നവരാണ്. സഞ്ചാരശേഷി ഇല്ലാത്തവയാണ്. 3ാമതായി ബഹുകോശ ജീവികളാണ്. സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തവയുമായ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡമാണ് കിങ്ഡം പ്ലാന്റ്. എന്നാൽ കിങ്ഡം ആനിമേലിയയിലേക്ക് എത്തുമ്പോഴേക്കും പരപോഷികളും സഞ്ചാരശേഷിയുള്ളവയുമായ ബഹുകോശ ജീവികൾ. സസ്യങ്ങളുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് ജന്തുക്കൾ പരപോഷികളാണ്. അവർ ഭക്ഷണത്തിന് വേണ്ടി സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അതുപോലെ സസ്യങ്ങൾ സഞ്ചാരശേഷി ഇല്ലാത്തവയാണ്, അതേസമയം ജന്തുക്കൾ സഞ്ചാരശേഷിയുള്ളവരാണ്. 2 പേരും ബഹുകോശ ജീവികളാണ്. അപ്പോൾ ആനിമേലിയയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പരപോഷികളും സഞ്ചാരശേഷിയുള്ളവയുമായ ബഹുകോശ ജീവികൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 5 കിങ്ഡം വർഗീകരണ രീതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത്. 5 കിങ്ഡം വർഗീകരണ രീതിക്ക് ശേഷം 6 കിങ്ഡം വർഗീകരണ രീതി അല്ലെങ്കിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അവതരിപ്പിച്ച വ്യക്തിയാണ് കാൾ വൗസ്. കാൾ വൗസ് അവതരിപ്പിച്ച 6 കിങ്ഡം വർഗീകരണ രീതിയുടെ ഒരു ചിത്രീകരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളുടെ സവിശേഷതകളെക്കുറിച്ചുള്ള അറിവ് നമ്മൾക്ക് വളരെ കുറവായിരുന്നു. R.H. വിറ്റാക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ബാക്ടീരിയകളെ ഉൾപ്പെടുത്തിയിരുന്നത് കിങ്ഡം മൊനീറയിലാണ്. എന്നാൽ കിങ്ഡം മൊനീറയിൽ ഉൾപ്പെടുത്തിയിരുന്ന ആർക്കെ ബാക്ടീരിയ എന്ന ഗ്രൂപ്പിൽ വരുന്ന ബാക്ടീരിയകൾ മറ്റു ബാക്ടീരിയകളിൽ നിന്നും കോശഘടനയിലും ജീവധർമ്മങ്ങളിലും ഒരുപാട് വ്യത്യസ്തതകൾ പുലർത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് കിങ്ഡം മൊനീറ വിഭജിച്ച് കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കിയ തുടങ്ങിയ 2 പുതിയ കിങ്ഡങ്ങൾ രൂപപ്പെട്ടത്. ഈ വിഭജനം കൂടാതെ കിങ്ഡത്തിന് മുകളിലായി ഡൊമൈൻ എന്ന ഒരു പുതിയ വർഗീകരണ തലം കൂടി കാൾ വൗസ് കൂട്ടിച്ചേർത്തു. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ കാൾ വൗസ് ആവിഷ്കരിച്ച 6 കിങ്ഡം വർഗീകരണ രീതിയുടെ ചിത്രീകരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കിങ്ഡം മൊനീറയ്ക്കകത്താണ് ബാക്ടീരിയകളെ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ കിങ്ഡം മൊനീറ വിഭജിച്ചാണ് കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കിയ എന്ന് പറയുന്ന 2 പുതിയ കിങ്ഡങ്ങൾ രൂപപ്പെട്ടത്. കിങ്ഡം ബാക്ടീരിയയ്ക്കകത്ത് ബാക്ടീരിയകളെയും കിങ്ഡം ആർക്കിയയ്ക്കകത്ത് ആർക്കെ ബാക്ടീരിയകളെയുമാണ് ഇദ്ദേഹം ഉൾപ്പെടുത്തിയത്. ഇതുകൂടാതെ അദ്ദേഹം പുതിയൊരു വർഗീകരണ തലം കൂടെ കിങ്ഡത്തിന് മുകളിൽ കൊണ്ടുവന്നു. കിങ്ഡത്തിന് മുകളിലായി കൊണ്ടുവന്ന ആ വർഗീകരണ തലമാണ് ഡൊമൈൻ. ജീവികളെ 3 ഡൊമൈനായാണ് കാൾ വൗസ് വർഗീകരിച്ചത്. ഫസ്റ്റ് വൺ ഡൊമൈൻ ബാക്ടീരിയ, സെക്കൻഡ് വൺ ഡൊമൈൻ ആർക്കിയ, തേർഡ് വൺ ഡൊമൈൻ യൂക്കാരിയ. ഈ 3 ഡൊമൈനുകൾക്കകത്തായാണ് അദ്ദേഹം ഈ 6 കിങ്ഡങ്ങളെ വർഗീകരിച്ചത്. ഡൊമൈൻ ബാക്ടീരിയയ്ക്കകത്ത് കിങ്ഡം ബാക്ടീരിയയെയും ഡൊമൈൻ ആർക്കിയയ്ക്കകത്ത് കിങ്ഡം ആർക്കിയയും ഡൊമൈൻ യൂക്കാരിയയ്ക്കകത്ത് കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയ എന്നിവയെയും ഉൾപ്പെടുത്തി. അപ്പോൾ 6 കിങ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കിയ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയ.
ഇത്രയും കാര്യങ്ങളാണ് 6 കിങ്ഡം വർഗീകരണ രീതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അടുത്തതായി വൈറസുകളുടെ സവിശേഷതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു വർഗീകരണ രീതിയിലും നമുക്ക് വൈറസുകളെ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല. ആ വർഗീകരണ രീതികളിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ജീവികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ജീവിവർഗമാണ് വൈറസുകൾ. ഈ വൈറസുകൾക്ക് വ്യക്തമായ ഒരു കോശമില്ല. ഇവയ്ക്കാകെയുള്ളത് ഒരു ജനിതക വസ്തുവും ആ ജനിതക വസ്തുവിൻ്റെ പുറമെയായി കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ കവചവും മാത്രമാണ്. വൈറസുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ജീവനുള്ള കോശത്തിൽ മാത്രമേ വൈറസുകൾക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. കോശത്തിന് വെളിയിലാണെങ്കിൽ വൈറസുകൾ എപ്പോഴും നിർജീവമായിരിക്കും. ഇത്തരത്തിൽ കോശത്തിന് വെളിയിൽ കാണപ്പെടുന്ന നിർജീവ അവസ്ഥയിലുള്ള വൈറസുകൾ ഒരു ആതിഥേയ കോശത്തിനകത്തെത്തിക്കഴിഞ്ഞാൽ ആ ആതിഥേയ കോശത്തിൻ്റെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ അതിൻ്റെ എണ്ണം പെരുകി ആ കോശത്തെ നശിപ്പിച്ച് പുറത്തു വന്നതിന് ശേഷം മറ്റു പുതിയ കോശങ്ങളിലേക്ക് പ്രവേശിച്ചാണ് ഇവർ അടുത്തടുത്ത കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വൈറസുകൾക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. എയ്ഡ്സിന് കാരണമാവുന്ന HIV വൈറസ്, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അതുപോലെ മംസ് വൈറസ്, എബോള വൈറസ്, കൊറോണ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, ടുബാക്കോ മൊസൈക്ക് വൈറസ് എന്നീ വൈറസുകളെല്ലാം നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്വഭാവ സവിശേഷതകളോടും കൂടിയ ജീവികളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ LPUP ബയോളജി സിലബസിലെ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട 5ാമത്തെ വീഡിയോ ആണ്. ഈ സിലബസുമായി ബന്ധപ്പെട്ട് ചെയ്ത എല്ലാ വീഡിയോസും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലെ LPUP എക്സാം 2024 എന്ന പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻപുള്ള വീഡിയോസ് കാണേണ്ടവർക്ക് ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാവുന്നതാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.